അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദത്തൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും ഒരാൾ പോലും അവൻ്റെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽപ്പെട്ട് പരാജയപ്പെടാൻ ഇടയാക്കില്ല റഹ്മാനെ. യാ അല്ലാ, ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിമേലിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കുവാൻ സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വരാറുണ്ട്. പരീക്ഷണത്തിൻ്റെ നാളുകൾ ക്ഷമയോടെ തരണം ചെയ്യാൻ നാം പ്രത്യേകം മനസ്സ് വച്ചില്ല എങ്കിൽ ആ മേഖലയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും എന്നത് നാം തിരിച്ചറിയണം. ദീനിനെ കൈയൊഴിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമല്ല ഒരു സത്യവിശ്വാസിക്ക് വേണ്ടത്. മറിച്ച് ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോഴാണ് ഈമാനോടുകൂടി ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് അഭിമാനവും അന്തസ്സും നിലനിർത്താൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ധാരാളം സമ്പത്തുണ്ടായിട്ടും ധാരാളം ആളുകളുണ്ടായിട്ടും മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുന്ന ചണ്ടികളെപ്പോലെ ആയിപ്പോകുമെന്ന് കാല സയ്യിദിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാം ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഏത് മേഖലകളിൽ ഉള്ള വെല്ലുവിളിയെയും പ്രയാസങ്ങളും സഹിച്ച് അള്ളാഹുവിന് ദുആ ചെയ്ത് സധൈര്യം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദുആ ഏറെ പ്രസക്തമാണ്. യാ അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ ഖൽബി അലാ തഅതിക്. യാ അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന, ഹൃദയങ്ങളെ തിരിച്ചുവിടുന്ന അല്ലാഹുവേ, സർരിഫ ഖൽബി അലാ തഅതിക്, എൻ്റെ ഹൃദയത്തെ നിന്നെ വഴിപ്പെട്ട് ജീവിക്കുവാൻ, നിന്നെ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് നമ്മളെപ്പോഴും എൻ്റെ ഹൃദയത്തെ തിരിച്ചുവിടുകയും ചെയ്യണമെന്ന് നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നടന്ന് ഒരു യഥാർത്ഥ മുഅ്മിനായി, ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് അഭിമാനത്തോടു കൂടി ജീവിച്ച് അതിനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വ സുന്നത്തി വ അമിത്നാ മഅൽ ഈമാനി വ തൗബ. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വ സുന്നത്തി, അല്ലാഹുവേ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണേ അല്ലാ. വ അമിത്നാ മഅൽ ഈമാനി വ തൗബ, തൗബയോടും ഈമാനോടും കൂടി മരിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ എന്ന് എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു ഉപദേശം നമുക്ക് മനസ്സിലാക്കാം. ഇസ്ബിറു ഇന്നല്ലാഹ മഅസ് സാബിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക, ഇന്നല്ലാഹ മഅസ് സാബിരീൻ, തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ കൂടെയാണ്, നമ്മളുടെ കൂടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക് സാക്ഷിയായി പറഞ്ഞ ഒരു ഹദീസ് ഇങ്ങനെയാണ്: ഇന്ന മിൻ വറായിക്കിൻ അയ്യാമസ് സബ്ർ, തീർച്ചയായും നിങ്ങളുടെ പിന്നിൽ സഹനത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷമയുടെ ഒരു ദിവസങ്ങൾ വരാനിരിക്കുന്നു. ലിൽ മുത്തമസ്സിക് ഫീഹിന്ന, ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ആര് മുറുകെ പിടിക്കുന്നുവോ, യൗമൈദിൻ ബിമാ അൻതും അലൈഹി അജ്റ ഹംസീന മിൻകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബാക്കളുടെയും ആദർശത്തെ ആര് മുറുകെ പിടിച്ച് ജീവിക്കുന്നുവോ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ പ്രയാസഘട്ടത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങളിലെ സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നും 50 പേരുടെ പ്രതിഫലം അവർക്കുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് പരിഹാസങ്ങളും പരീക്ഷണങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ദീനീ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കുന്ന ആളുകൾക്ക് പ്രതിഫലം നേടിയെടുക്കാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കി
ദീനിനെ ശക്തമായി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടി അഭിമാനത്തോടുകൂടി വിശ്വാസിയായി ജീവിച്ച് മരിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മളില്ലെങ്കിലും ഈ ദീൻ പരാജയപ്പെട്ടു പോകുമോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നന്മ കൽപ്പിക്കാൻ നമ്മളില്ലെങ്കിൽ ആ മൂല്യങ്ങൾ ഇവിടെ അവസാനിച്ചു പോകും എന്നുള്ളതല്ല ശരി. അവയെ നിലനിർത്താൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ആരുടെയും ആവശ്യം ഇല്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫീൽ 1 മുതൽ 5 വരെയുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. പരിശുദ്ധ കഅബയെ അള്ളാഹു രക്ഷിച്ചത് എങ്ങനെയാണെന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനയെക്കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നീ കണ്ടില്ലേ? അലം യജ്അൽ കൈദഹും ഫീ തളിലീൽ. അവരുടെ തന്ത്രം അള്ളാഹു പിഴവിലാക്കിയില്ലേ? വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ചുട്ടുപഴുപ്പിച്ച കളിമൺകല്ലുകൾ കൊണ്ട് അവരെ എറിയുന്ന കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അള്ളാഹു അയക്കുകയും ചെയ്തു. ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ. അങ്ങനെ അള്ളാഹു അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി. അങ്ങനെ അബ്രഹത്തിൻ്റെ സൈന്യത്തെ ചെറിയ പക്ഷികളെ കൊണ്ട് പരാജയപ്പെടുത്തിയ അള്ളാഹുവിന് വേണമെങ്കിൽ അവയേക്കാൾ മികച്ച മലക്കുകളെ കൊണ്ട് കഅബയെ രക്ഷിക്കാമായിരുന്നു. ഇനി അതുമല്ലെങ്കിൽ മലക്കുകളുടെ സാന്നിധ്യം പോലും ഇല്ലാതെ തന്നെ അത് ചെയ്തു തീർക്കാമായിരുന്നു. എന്നിട്ടും അള്ളാഹു നമ്മളോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു കൂനു അൻസാർ അല്ലാഹ്. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാകുക. ഇത്രയും വലിയ ദൗത്യത്തിലേക്ക് നമ്മുടെ ഇടയിലും അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ ശക്തിയുടെ കുറവ് കൊണ്ടല്ല, നമ്മളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ഈ മഹത്തായ കർമ്മത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുകയാണ്. അള്ളാഹുവിനെ സഹായിക്കാൻ യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു എന്നാലോചിക്കുന്നതിനും ഈ ബഹുമതിയിൽ എന്നെ ഉൾപ്പെടുത്തിയ അള്ളാഹുവിന് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്ക് തന്നെയാണെന്ന് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഏറ്റവും മികച്ച സംഭാവന എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ സൂറത്തിൽ ഹുജറാത്തിൽ അള്ളാഹു 15-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വജാഹിദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി ഉലൈക ഹും സ്വാദിഖൂൻ. വജാഹിദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സമ്പത്തും ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ. ഉലൈക ഹും സ്വാദിഖൂൻ. സത്യസന്ധരും അവർ തന്നെയാണെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കലിമത്തു തയ്യിബത്തു സദഖത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നല്ല സംസാരം സദഖയ്ക്ക് തുല്യമാണ്, സദഖയാണെന്നാണ്. ദീനിനെക്കുറിച്ചുള്ള നല്ല സംസാരം സദഖയാണെന്ന് ഖാല സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണമായാലും ശബ്ദമായാലും സമയമായാലും നമ്മൾ നൽകാൻ തയ്യാറാകുക. നമ്മളില്ലെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചത് തന്നെ നടക്കും. എന്നാൽ നമ്മുടെ സ്വർഗലബ്ധിക്ക് വിചാരണ ദിവസം അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതിന് ഈ ദൗത്യത്തിൽ നമ്മൾ ഉൾപ്പെട്ടേ മതിയാകൂ. പ്രിയമുള്ളവരെ, ഇതൊരു ഭാരമല്ല, സ്വർഗത്തിലേക്കുള്ള ഒരു ടിക്കറ്റ് കൂടിയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ ഒരു പ്രസക്തമായ ഒരു ദുആ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദുആ ഒരു ദിവസം 2 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. രാവിലെയും രാത്രിയുമായി ദുആ ചൊല്ലണം. ദുആ ഇതാണ്: അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖതനി വ അന അബ്ദിക വ അന അലാ അഹ്ദിക വ ബഅദിക. ഈ ദുആ രാവിലെ ഒരു തവണ ചൊല്ലിയാൽ ആ ആൾ മരണപ്പെട്ടു പോയാൽ സ്വർഗാവകാശിയാണെന്നും, രാത്രി ഒരു തവണ ചൊല്ലിയാൽ പകലാകുന്നതിന് മുമ്പ് മരണപ്പെടുകയാണെങ്കിൽ സ്വർഗാവകാശിയാണെന്നും കാല സയ്യിദനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ആശയമടങ്ങുന്ന വളരെ പ്രസക്തമായ ദുആയാണ്. ആ ദുആ നമ്മൾ മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും അത് എഴുതിയെടുത്ത് പഠിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ ഈ ഹാജത്തുകൾ നിറവേറ്റി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളും നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ ഒരുപാട് ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അല്ലാ. അതെല്ലാം നീ ഏറ്റെടുത്ത് നീ ഞങ്ങളിൽ നിന്നും പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഉറക്കത്തിലും ഞങ്ങളുടെ ഉണർച്ചയിലും നിൻ്റെ തുണ ഞങ്ങൾക്ക് ഏകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഖബറിലും ഞങ്ങളുടെ കാഴ്ചയിലും ഞങ്ങളുടെ കേൾവിയിലും നിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് ഏകണേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ ദുആയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നിന്നോടല്ലാതെ ചോദിക്കാൻ ആരുമില്ല റഹ്മാനെ. അള്ളാഹുവേ, തരാനും നീ അല്ലാതെ ആരുമില്ല അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത. അള്ളാഹുവേ, നീ തരാനുദ്ദേശിച്ചത് തിരിച്ചു തടച്ചു വയ്ക്കാൻ ആർക്കും സാധ്യമല്ല അല്ലാ. ഒരാ മുഖത്തിയ ലിമാ മനഅ്ത. നീ തടഞ്ഞു വെച്ചത് തിരിച്ചു വാങ്ങിത്തരാനും ആർക്കും സാധ്യമല്ല റഹ്മാനെ. യാ അല്ലാ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവേ, എല്ലാത്തിനും നീ കഴിവുള്ളവനാണ് നാഥ. അള്ളാഹുവേ, നിന്നോട് നീട്ടുന്ന ഈ കരങ്ങളെ നീ നിരാശരായി മടക്കല്ലേ അല്ലാ. അള്ളാഹുവേ, ഈ ദുആക്ക് നീ ഉത്തരം നൽകണേ റഹ്മാനെ. യാ അല്ലാ, ഞങ്ങളുടെ ഹലാലായ മുറാദുകളെല്ലാം നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. സർവശക്തനായ നാഥ, ഈ ദുആയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ വഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിഹ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. اللهم إنا نسألك العفو والعافية في الدنيا والآخرة. اللهم إنا نسألك العفو والعافية وديني ودنيا أهلي ومالي. اللهم استر عوراتي ومن رواتي. اللهم اخذني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي. أعوذ بعظمتك يا تعالى من تحتي. اللهم اجعل القرآن ربيع قلبي نور صدري وجلاء حزني وذهاب همي. اللهم آت نفسي وتقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم اجعلنا من التوابين واجعلنا من عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.